ചവക്കില്ലല്ലോ ഓടായ്പ കള്ളത്തരോ പാക്കി ചവക്കി ഇഴുക്കോട്ട് വെച്ച് പാക്കിയാണെങ്കിൽ ഈ വീട്ടിൽ തന്നെ ഓടിച്ചു വിടുന്നതാണ് മിഴുക്കോട്ട് വെച്ച് പിന്നെ എന്തൊക്കെ പറയുന്നത് കഴിക്കണേ ഞങ്ങൾ എല്ലാവരും പറ്റത്തില്ല ഇറക്കി വാ പറഞ്ഞു കാണിക്കണം എന്ത് സന്തോഷം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മളൊരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ചാലഞ്ച് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. കാര്യം കമൻറ്റിലൂടെ അല്ലാതെയൊക്കെ പറഞ്ഞായിരുന്നു. കമൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇനി ഇതുപോലെയൊക്കെ ചെയ്യണേന്നൊക്കെ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഐഡിയയും കാര്യങ്ങളൊക്കെ ഇല്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കൂടി ഇരുന്ന് ആലോചിച്ച് ഓരോന്നൊക്കെ ഇങ്ങനെ ഒപ്പിച്ചിറക്കിയൊക്കെ എടുക്കുവാണ്. അപ്പോൾ ഇന്നൊരു ഈറ്റിംഗ് ചാലഞ്ച് അല്ല. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഒരു ഈറ്റിംഗ് ചാലഞ്ചൊക്കെ ആണ് തിന്നാനൊക്കെ ഉള്ള സാധനം ഉണ്ടല്ലോ എന്ന്. പക്ഷെ അല്ല കേട്ടോ. ഇന്ന് നമ്മൾ ഒട്ടുമിക്ക എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മൾ ബോട്ടിൽ വെള്ളം വെച്ചിട്ട് മാറി ഇരുന്നുകൊണ്ട് എറിയുക. ബോട്ടിൽ നേരെ വീഴുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഒരു പീസ് തണ്ണിമത്തൻ കൊടുക്കുന്നു. പകരം കുപ്പി നേരെ വീഴുന്നില്ല, ചരിച്ചാണ് വീഴുന്നതെങ്കിൽ അവർ ഒരു പീസ് പാവയ്ക്ക എക്സ്പ്രഷൻ ഇല്ലാതെ കടിച്ച് മുറിച്ച് തിന്നുക. ഇതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരാൾക്ക് 3 പ്രാവശ്യം നമുക്ക് ബോട്ടിൽ എറിയാനുള്ള അവസരവും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മത്സരിക്കാൻ പോകുന്നത് നമ്മുടെ നെയ്ബർ ഗുണാലികയുണ്ട്, പിന്നെ അനന്തും ഉണ്ട്, കണ്ണനുണ്ട്, നന്ദു ഉണ്ട്, പിന്നെ ഞാനുണ്ട്. നന്ദൂട്ടനും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അതാണ് കോമഡി. അപ്പം നമ്മൾ ഇത്രയും പേരുടെ പേരാണ് ഈ ഒരു ബൗളിനകത്ത് ഞാൻ പേപ്പറിൽ എഴുതിയിട്ടേക്കുന്നത്. അത് നമ്മളിങ്ങനെ കുലുക്കി നന്ദൂട്ടന് ഓരോരോ ആൾക്കാരുടെ പേരെടുക്കും. ഫസ്റ്റ് നമ്മൾ ഓർഡർ അനുസരിച്ച് ഈ തുണ്ടെടുക്കുന്നതിനനുസരിച്ചാണ് ആൾക്കാർ ഒന്ന് മത്സരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്പം ഈ തണ്ണിമത്തനും ഒന്ന് കട്ട് ചെയ്ത് പപ്പങ്ങയല്ലല്ലോ ഇതിൻ്റെ പേരൊന്ന് പാവയ്ക്കൊക്കെ കൂടെ ഒന്ന് കട്ട് ചെയ്ത്, അതെ പാവയ്ക്ക അറിയാം, പക്ഷെ എന്തോ പറഞ്ഞു വന്നപ്പോൾ അങ്ങ് ഫ്ലോയിലേക്ക് വിട്ട് എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കട്ടെ. അപ്പം നന്ദൂസേ നമുക്ക് വീട്ടിലോട്ട് പോയാലോ? നമ്മൾ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തണ്ണിമത്തൻ, നമ്മുടെ പിന്നെ പാവയ്ക്ക, ദേ തുണ്ടിൽ എല്ലാവരുടെ പേരും എഴുതിയിട്ടിട്ടുണ്ട്. ഈ ബോട്ടിലാണ് നമ്മൾ എറിയാനായിട്ട് പോകുന്നത്. അപ്പോൾ ബോട്ടിൽ തറയിൽ വീഴുന്ന പാവയ്ക്ക എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കുക, ബോട്ടിൽ നേരെ വീഴുന്ന ഒരു പീസ് തണ്ണിമത്തൻ ചിരിച്ചുകൊണ്ട് കഴിക്കുക. ഇതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മമ്മളാണ് മമ്മള് മമ്മളെ പാവയ്ക്ക പാവയ്ക്ക എപ്രഷൻ ഇല്ല. നിങ്ങൾ പാവയ്ക്ക കഴിക്കണം. എക്സ്പ്രഷൻ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് മത്സരിക്കുന്നത് ആരാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ് നമ്മൾ ഈ 6 പേരില് 5 പേരില് ആരാണ് ഫസ്റ്റ് മത്സരിക്കുന്നതെന്ന് നോക്കാം. 5 പേരിൽ നമ്മളുണ്ട്. അപ്പൊ എന്തായാലും ഫസ്റ്റ് മത്സരിക്കുന്ന ആളെ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ നന്ദൂസാണ്. ഓൾറെഡി മൈക്കിന്റെ കയ്യിലുണ്ട് പോലെ. അപ്പൊ ബൈക്കുണ്ട്. അപ്പൊ ഗൈസ് എന്തായാലും നമുക്ക് ഫസ്റ്റ് ആളെ നോക്കാം. നന്ദു ഒരാള് ഇങ്ങനെ ആക്കി ഒരാളെ ഇതിനകത്ത് ഇങ്ങനെ എടുക്കുക കേട്ടോ. അമ്മയുടെ കയ്യിൽ തന്നെ ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാരും നോക്കാം അല്ലേ? ഓക്കെ. അയ്യോടാ, ഗുണാലിക ഫസ്റ്റ് മത്സരിക്കാൻ പോകുന്നത് നമ്മുടെ ഗുണാലിക കുട്ടിയാണ് കേട്ടോ. നമ്മുടെ നെയ്ബറാണ്, നന്ദുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഗുണമോള് വന്നേ. ഫസ്റ്റ് നമ്മുടെ ഗുണമോളാണ് കേട്ടോ മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഈ നമ്മുടെ ടെയിലിന്റെ ഒരു പോർഷനില്ലേ, എന്താ ഈ ഒരു ടെയിലിന്റെ പുറത്ത് നിന്നിട്ടാണ് ഇതിന്റെ എല്ലാം വരുന്നത്. ഇതാണ് നമ്മുടെ കറക്റ്റ് അളവെന്ന് പറയുന്നത്. അപ്പൊ 3 പ്രാവശ്യമാണ് ഇവിടെ ഇട്ടോ. സ്റ്റാർട്ട്. നമ്മള് പാവയ്ക്ക് കഴിച്ചു എക്സ്പ്രഷൻ ഇല്ലാതെ, എന്നിട്ട് എടുത്തിടാം. പാവയ്ക്കടുത്ത് കഴിച്ചു എക്സ്പ്രഷൻ ഇല്ലാതെ പാവയ്ക്ക കഴിക്കണം കേട്ടോ. അടുത്ത പാവയ്ക്ക് ജ്യൂസിന്റെ സംഭവം അടിപൊളി സെറ്റ്. ഗുണക്ക് ഇതൊക്കെ എന്ത് അടുത്ത ഗുണ ഇതൊക്കെ എന്താ ചേച്ചിന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് വരാൻ പോകണം കേട്ടാ. ഇപ്പൊ അടുത്ത പാവയ്ക്കാം ഗുണ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള സാധനം. ഇതൊക്കെ എന്ത് എത്ര ആ പ്ലേറ്റ് വേണമെങ്കിൽ മൊത്തം ഞാൻ കഴിക്കും.
എക്സ്പ്രഷൻ ഇല്ല. ഓക്കെ ഓക്കെ, ലാസ്റ്റ് ചാൻസ് ആണ് ഗുണമോളെ, പൊളിച്ചോ. പാവയ്ക്ക് എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗുണക്കുട്ടി മൂന്നാമത്തെ പീസും പാവയ്ക്ക് തിന്നുവാണ്. ചാച്ചാ. അപ്പൊ എന്തായാലും അടുത്ത മത്സരിക്കുന്ന ആളെ പിടിക്കണ്ടേ. അങ്ങനെ രണ്ടാമത് ആരാണ് മത്സരിക്കുന്നതെന്ന് നോക്കിയാലേ നന്ദൂസേ എടുത്തോ. അടുത്ത ആളാരും നോക്കാം. ഗുണ അതിഗംഭീരമായി കളിച്ചിരിക്കുന്നു. അടുത്ത ആളാണ്. അയ്യടാ, നിങ്ങൾക്ക് ഏവർക്കും കണ്ണിൽ ഉണ്ണിയായ ആളാണ് കേട്ടോ, നമ്മുടെ നന്ദുട്ടിയാണ് കേട്ടോ അടുത്ത് മത്സരിക്കുന്നത്. ആ ഇനി ആരാ മത്സരിക്കുന്നത്? ഇയാളാ. എനിക്ക് നോണം വരുന്നു കേസ്. അതാണ് നിക്ക് അങ്ങോട്ട് മൈക്കിട്ട് വെച്ച് തരട്ടെ. ഓക്കെ, നന്ദുട്ട പാവയ്ക്ക് കഴിക്കുമോ അതോ ഇത് കഴിക്കുമോ നോക്കാം കേട്ടോ. അപ്പൊ നന്ദുമോനെ ഹൈറ്റ് ഇല്ലാത്തത് കാരണം നന്ദുട്ടനത് ഇവിടെ നിർത്തിയാണ് കേട്ടോ നമ്മൾ ഇറങ്ങുന്നത്. നന്ദുട്ടൻ ജയിക്കും. ഓക്കെ, 2, 3 കേട്ടോ. പതുക്കെ ഇടുന്നേരം ക്യാമറമാന്റെ ഓമന വയറുകൾ നശിപ്പിച്ചിരിക്കുന്ന കൈ. പാവയ്ക്ക് കഴിക്കുന്ന വേണ്ടേ? അമ്മേനെ നന്ദൂശിന് പാവയ്ക്ക് കൊടുക്കാം. നന്ദൂശിന് കൊടുക്കുന്ന അങ്ങനെ പറ്റില്ല. കുഞ്ഞിൻ്റെതായിട്ടുള്ളത് മക്കൾ പാവയ്ക്ക് എക്സ്പ്രഷൻ കഴിച്ചു ചിരിയൊക്കെ വരുന്നുണ്ട്. എക്സ്പ്രഷനെ കഴിക്കും. പറഞ്ഞു നമുക്ക് പറ്റി. ഓക്കെ, അടുത്തത്. ഇനി ക്യാമറമാനെ കൊല്ലല്ലേ കേട്ടോ, വേണം നമുക്ക്. സെക്കൻഡ് റൗണ്ട്. സെക്കൻഡ് റൗണ്ട്. കണ്ണൻ അവിടെ ഇരുന്നിട്ട് ക്യാച്ച് ചെയ്ത് കേട്ടോ. കുപ്പി കൊണ്ട് ഒരിക്കൽ കൂടെ കൊടുക്കാം. ഇത്ര എറിയല്ലേ, പതുക്കെ എറിയണം കേട്ടോ. അതിന് തലമണ്ടേന്ന് അടിച്ച് പൊട്ടിക്കല്ലേ. രണ്ടാമത് എന്റെ മോളെ പാവയ്ക്ക് ഇഷ്ടപ്പെട്ടമ്മ എനിക്ക് ഇച്ചിരി കൂടെ താന്ന് പറയുന്നുണ്ട്. അന്നേരം അത് പറ്റത്തില്ല, പാവയ്ക്ക് ചിഹ്നം തേക്കോട്ട് വെച്ച് തരുമ്പോ നീ കൊണ്ടുപോകാന്നല്ലേ പറയുന്നത്. നമ്മൾ തിന്നിങ്ങോട്ട് ഇങ്ങനെയെങ്കിലും തിന്നട്ടെ കേട്ടോ. ഓക്കെ, അടുത്ത റൗണ്ടാണ് കേട്ടോ. നന്ദുന ഞാൻ എന്റെ ഫോണാ മോളെ. ഈ അമ്മയാ മോനെ. പതുക്കെ എറിയണം കേട്ടോ. ഇവിടെ എറിയണേ. ഓക്കെ, പതുക്കെ. അതിഗംഭീരമായി നന്ദുട്ടി ഒഫീഷ്യൽ തോറ്റിരിക്കുന്നു ഗൈസ്. ഇച്ചിരി ഭാഗ്യം കൂടെ കൊടുത്ത് നമുക്ക് പറഞ്ഞുവിടാം. ഇതാ കഴിക്കും. എന്തായാലും പോണ്ട, നമുക്ക് അടുത്ത ആളെ കണ്ടുപിടിക്കാം. ബൗൾ എന്ത് ചെയ്യും? അതെന്തായാലും ഇനി അടുത്ത ആരാണ് മത്സരിക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. ഏതെങ്കിലും ഒരു ടെൻഷനാവുന്നു. 10ാം ക്ലാസ് റിസൾട്ട് വരുന്നത് ആരായിരിക്കും. അയ്യോ, അടുത്ത് നമ്മുടെ കണ്ണിലുണ്ണി കണ്ണനാണ് ഗൈസ്, എന്റെ തമ്പി. അപ്പൊ ഗൈസ് ഇതാണ് കണ്ണൻ. നിങ്ങൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, പിന്നെ ബ്രദറാണ് അനിയനാണെന്നൊക്കെ പറയുമ്പോൾ ചേച്ചി ഇതാണോ അതാണെന്നൊക്കെ പറയാം. ഇതാണ് ഗൈസ് എന്റെ ഒറിജിനൽ അനിയൻ, എന്റെ ബ്ലഡ് എന്നൊക്കെ പറയും. ഒരമ്മ പച്ച മക്കൾ എന്നൊക്കെ പറയും. നിങ്ങൾ കണ്ട രണ്ടുപേരും, ഒരാൾ അമേരിക്കക്കാരനും ഒരാൾ വേറെ ബംഗാളിയായിട്ട് തോന്നും, പക്ഷെ ഞങ്ങളാണ് സഹോദരങ്ങൾ. പിന്നെ ഈ ഒരു പേച്ചുമില്ല കേട്ടോ. പൊക്കത്തിലാണെങ്കിൽ ഇങ്ങനെ, മുഖത്തിലാണെങ്കിൽ ഇങ്ങനെ. അപ്പം ഇവന് ഇത്ര നാളെ വീഡിയോയിലൊന്നും കൊണ്ടുവരത്തില്ല. ഇവ ഭയങ്കര ഷൈ ടൈപ്പാണ് കേട്ടോ. എന്റെ ഓപ്പോസിറ്റ് ഇതാണ്. ഇപ്പം കുറച്ചൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് ഉള്ളതാണ്. അതിന് കണ്ണെന്ന് മരിക്കുമെന്ന് പറഞ്ഞിങ്ങനെ ചെയ്ത് നമുക്ക് നോക്കാം. ഇതാകുമ്പോൾ ഐശ്വര്യമായിട്ട് തുടങ്ങും. ഇതാണ് ഇത് കളക്കിലേക്ക് ഉണ്ട് കേട്ടോ. പൊക്കോളി ഇങ്ങനെ അങ്ങ് വെക്കുക. ഒരെണ്ണം കൊടുക്കണം, അവൻ മൊത്തം നിന്നോളൂ. മോന്റെ പേരെന്താ? അർജുൻ. പേര് അർജുൻ എന്നാണെങ്കിലും തീറ്റ ഭീമൻ കേട്ടോ. പോട്ടെ 2, 3 സമയമില്ല പെട്ടെന്ന്. വിന്നറിന് നമ്മളൊരു തനിമത്തം കൊടുക്കുന്നു. ഞങ്ങളെ കണ്ണൻ ജയിച്ചിരിക്കുന്നു. അടുത്ത ആൾ വന്നു കേട്ടോ. ഇത്രയും നേരം ഗെയിം കളിക്കാൻ വന്ന് ഇത്ര നേരം എടി കളിക്കാടി ചെയ്യാടി എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നെയാണ്. എന്തായാലും സമയമായിരുന്നു വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ഇതിൽ കണ്ണൻ ജയിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ആളെന്ന് കണ്ടുപിടിക്കാം. ഇതിനകത്ത് ഇനി അപ്പൊ ഒരാളുടെ പേരുടെ എഴുതി ചേർക്കാനുണ്ട്. അപ്പൊ ഗൈസ് നമ്മള് അടുത്ത ആളെ കണ്ടുപിടിക്കാൻ പോവാണ്. എന്തായാലും നമുക്ക് ഒരാള് കൂടിയിട്ടുണ്ട്. അച്ഛനും മോളും തുടങ്ങി അടി. രണ്ടിനെ ഞാൻ ഇപ്പൊ തന്നിമതം നിന്ന് പറഞ്ഞു വിടും കേട്ടോ. അപ്പൊ കേസ് മൂന്നാമത്തെ ആളെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണേ. നമുക്ക് പെട്ടെന്നാവട്ടെ. സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂർ ഓടുന്നു. പൊന്നിടാ മുട്ട പൊണ്ണേ ആണ് ഗൈസ്. ഞാൻ തന്നെയാണ്.
അപ്പം നമുക്ക് ഗെയിമിലോട്ട് പോകാം. ഈ നിസ്സാരമാണ് ഗൈസ്, നിസ്സാരം കാണിച്ചുതരാം. ഇതാണ് അടുത്ത് നിങ്ങൾ ഇതാണ് സാധനം. കളരി വരുന്ന ദൈവങ്ങളെയും അതൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ട്. കുരു ഇഷ്ടമല്ല ഗൈസ്, അതുകൊണ്ടാണ്. എന്തുവാ ഇപ്പൊ പരിപാടിയായിട്ട് ഇറങ്ങിക്കോ. അത് ഇവിടെ ആയിക്കോളാം. അതല്ല കൊച്ചിങ്ങനെ നീക്കിയതാ ഗൈസ്. നീ അവളാലും കാണിച്ചല്ല, ഞാനല്ലേ കൂടെ അവളെ പിടിച്ചോ. നന്ദി. അതെന്തിനാ ഇപ്പൊ കാണാൻ പറ്റുന്നത്? അങ്ങനെ കേസ് നമ്മൾ വിചാരിച്ച പോലെ ടൈപ്പൊന്നും ഇല്ല കേട്ടോ. ഇത് അതുപോലെ പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞു, നമ്മുടെ അൽത്താഫ് എന്ന പാവയ്ക്കാണ് കേട്ടോ. അവനും കൂടി ഇരിക്കട്ടെ ഒരു പതക്കം. അവന് എനിക്ക് ഒന്ന് കുലുക്കട്ടെ. അത് മക്കും നമ്മുടെ ക്യാമറമാനും ആണ് കേട്ടോ. നമ്മുടെ ഇടയിൽ ആരാണെന്ന് നമുക്ക് നോക്കാം. അനന്തോ നമ്മുടെ ക്യാമറമാൻ. നമ്മുടെ അനന്ത് മത്സരിക്കാൻ പോകണം കേട്ടോ. സ്റ്റാർട്ട്. അയ്യാ പാവയ്ക്ക വലിയ പീസ് എടുക്കും. ഓ വലുത് നോക്കി നോക്കി. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കളിക്കൊണ്ട് കൊടുക്കണം. പത്തായം കൊണ്ട് നിറയട്ടെ. പാവയ്ക്ക ഹെൽത്തിന് നല്ലതാണ്. അടുത്ത മൂന്നാമത്തെ റൗണ്ടാണ്. കണ്ണാ അടിച്ചല്ലോ മോനെ നീ. പ്രശ്നോ അതിഗംഭീരമായി വലിയ പീസ്. നന്ദി, നമസ്കാരം, കൃതജ്ഞതയും കഴിഞ്ഞു. അപ്പൊ കേസ് ഇനി ലാസ്റ്റ് ആയിട്ട് വന്നത് നമ്മുടെ അണ്ണ എന്നെ പാവയ്ക്കാതിരിക്കും. നിങ്ങൾ വേണം ആര് പറഞ്ഞു? കള്ളക്കളിയാനായിട്ട് ഈ മക്കളെ ഇടയ്ക്ക് അത് കയ്യില് പ്രാക്ടീസ് ചെയ്ത് കളിക്കാൻ അങ്ങനൊന്നും പറ്റില്ല. നീ അപ്പൊ ഇനി എന്റെ ബർത്ത്ഡേ താങ്ങുക എന്നെ വലുതിരിക്കുന്നു അല്ലേ? ഇതെന്താ ചവക്കില്ലല്ലോ. കൊഴിക്കടോ അങ്ങോട്ട് വെടിക്ക് മിഴിക്കോട്ട് വെച്ച് എന്നെ എന്തൊക്കെ പറയുന്ന കഴിക്കണേ. ഞങ്ങൾ എല്ലാവരും പറ്റത്തില്ല. ഇറക്കി വാ പറഞ്ഞ് കാണിക്കണം. എന്ത് സന്തോഷം. എന്തെന്തുവാ നാക്കിട്ടടിയിലോ എവിടെയൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കാണെന്ന് തോന്നുന്നു. തുപ്പിയോ? എല്ലാം നിങ്ങളെ സാക്ഷിയാണ് കേട്ടോ ഈ കള്ളക്കളിക്കാരൻ്റെ. ഓക്കെ, കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കും. ഭയങ്കര കളിയാണ്. ഇങ്ങനെ അടുത്ത് ജയിച്ചാൽ പോലും കണ്ണനാണ് വിന്നത്. എനിക്കറിയാം. എവിടെ പോയി? നമ്മുടെ ഈ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. ജയിച്ചത് വേറെ ആരുമല്ലേ, നമ്മുടെ കണ്ണനാണ്. ജയിച്ചത് കണ്ണപ്പനാണ് കേട്ടോ. കണ്ണൻ ഇപ്പൊ എഴുത എല്ലാം കൂടി തന്നെ കഴിക്കുക. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ഗെയിം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത നമ്മൾ ചാലഞ്ച് വീഡിയോ ആയിട്ടും അല്ല നമ്മളെ വ്ളോഗും കാര്യങ്ങളായിട്ടൊക്കെ വീണ്ടും വരും. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.